അതെ, ഈ സംഭവം നടക്കുന്നത് രാത്രി ഒരു 11:45 ആയപ്പോഴാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരാൾ മാത്രം ഇരുന്ന് പാട്ട് പാടുകയാണ്. ഇത് ഞാനെങ്ങനെ കണ്ടുപിടിച്ച് വെച്ചാൽ, ഞാൻ വാഷ്റൂമിൽ പോകാൻ വേണ്ടി നോക്കുമ്പോണ്ട് ഒരു പാട്ട് കേൾക്കുന്നത്. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് അമ്മയാണ് പാടുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. കഴിഞ്ഞോ കഴിഞ്ഞോ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ എങ്ങോട്ടാ പാട്ട് പഠിച്ചിട്ട്? പാട്ട് പഠിച്ചിട്ട് എങ്ങോട്ടാ? പരിപാടി ഉണ്ടോ? ഞാനിത് തെരഞ്ഞെടുക്കുകയാണ്. ഇത് കാണുന്നില്ലേ? ഞാൻ മകളൊക്കെ ഇങ്ങനെ വിചാരിക്കേണ്ടത് വീട്ടിന് വായിക്കണം, നമ്മളെ കുടുംബ സംഗമത്തിന് വേണമെന്ന് വിചാരിച്ചു. ശരി, അപ്പൊ കുടുംബസംഗമത്തിന് പാട്ട് പാടാനുണ്ടല്ലേ? കുടുംബസംഗമത്തിന് പാട്ട് പാടുന്നുണ്ട്. മറ്റേ പാട്ട് എവിടെ പോയി? സുപ്രഭാതം അത് എഴുതി തന്നില്ലല്ലോ. രണ്ടും എഴുതിനി. ഇല്ല, ഇത് മാത്രമേ ഉള്ളല്ലോ എഴുതി തന്ന. സുപ്രഭാതം നോക്കി വായിച്ച നിങ്ങൾക്ക് ഓർമ്മല്ല? അതിൽ എഴുതി തന്നാളിന്നാല് ഇനി എഴുതി തരാൻ എനിക്ക് നേരല്ലേ? ഞാൻ എല്ലാവരും കിടന്നില്ലേ, ഞാൻ വെറുതെ നിങ്ങളെ പാട്ട് കേട്ടിട്ട് എണീച്ച് വന്നതാ. എന്താ പാട്ട്? എന്നാ ഞാൻ പാടാം. ആ, പൂമുഖവാതിൽ സ്നേഹം വിടർത്തുന്നു, പൂന്തിങ്കളാകുന്നു ഭാര്യ. അങ്ങനെ അമ്മേനെ നമ്മൾ കൈയോടെ പൊക്കിയിട്ടോ. കാരണം എന്താ വെച്ചാൽ, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പാട്ട് പാടണം എന്നുള്ള ആഗ്രഹം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉണ്ട്. അതായത് അമ്മ ഈ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഞങ്ങളെ കല്യാണത്തിൻ്റെ തലേ ദിവസം വീട്ടിലുള്ള ഫംഗ്ഷന് പാടാൻ വേണ്ടി അമ്മ പാട്ടൊക്കെ പഠിച്ച് സെറ്റായിട്ടും അവരാരും സമ്മതിച്ചില്ല അമ്മേനെ പാടാൻ വേണ്ടിയിട്ട്. അമ്മ പാടണ്ട, മോശമാണെന്ന് പറഞ്ഞ് അമ്മേനെ ഡിസ്കറേജ് ചെയ്തു. പക്ഷേ ആ ഒരു കാര്യം ഞാൻ അറിഞ്ഞപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, സാരല്ല, നമുക്കൊന്ന് പാടി നോക്കാലോ. അങ്ങനെ തന്നെയല്ലേ, ഈവൻ ഏട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അമ്മ പാടിയ ശരിയാവോ, പാടി നോക്കലല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി അമ്മയ്ക്ക് പാട്ട് എഴുതി കൊടുത്തു പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനി വരുന്ന കുടുംബസംഗമത്തിന് വേണ്ടിയിട്ട് പാടാൻ വേണ്ടിയുള്ള പ്രാക്ടീസാണ്. പക്ഷേ ഈ എഴുതി കൊടുത്തത് കഴിഞ്ഞതിന് ശേഷം അമ്മ ഈ പേപ്പർ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയാത്ത കാര്യമായിരുന്നു. ഒരു പക്ഷേ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ അമ്മമാർ, അതായത് പാടാനും പല പല ആഗ്രഹങ്ങളുള്ളവർ. അപ്പോൾ നമ്മളെക്കൊണ്ട് എന്തായാലും വലിയ വലിയ കാര്യങ്ങളൊന്നും നടക്കില്ല. ചെറുത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിയുന്ന പോലെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക. എന്നാലല്ലേ നമുക്ക് അവരുടെ കഴിവുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചെറുപ്പം തൊട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒക്കെ അടക്കി പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ ഇടയിലുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി കുടുംബസംഗമത്തിന് അമ്മ ശരിക്കും പാടുന്ന വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, അത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.